ഹായ്, ശരത്താണ്. ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ നോക്കിയാൽ ജ്വല്ലറി റിലേറ്റഡ്, ഗോൾഡ് റിലേറ്റഡ് സ്റ്റോക്കുകളെല്ലാം തന്നെ കഴിഞ്ഞ 2 ദിവസമായിട്ട് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റീറ്റെയിൽ ജ്വല്ലറി ആണെങ്കിലും അല്ലെങ്കിൽ B2B കമ്പനികളാണെങ്കിലും താഴേക്കാണ് സ്റ്റോക്കുകളിലൊക്കെ പ്രൈസ് മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ റീസൺ ഒക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രൈം മിനിസ്റ്റർ പറഞ്ഞൊരു കമന്റാണ്. അതായത് അടുത്ത 1 ഇയറിലേക്ക് പരമാവധി ഗോൾഡിലേക്കുള്ള സ്പെൻഡ് കാര്യങ്ങളൊക്കെ കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിന്റെ മെയിൻ റീസൺ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ റുപ്പിയുടെ ഡിപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഈ പറഞ്ഞ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഇൻക്രീസ് ആവുന്ന ഒരു പ്രശ്നമാണ്. സോ ഈ കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഗോൾഡിന്റെ കാര്യം മാത്രമല്ല വേറെ കുറെ സ്പെൻഡിങ്ങിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ അതിലൂടെ ഈ ഗോൾഡ് ഉള്ളതുകൊണ്ട് തന്നെ പരമാവധി ഒരുപാട് ആളുകൾ പാനിക് സെല്ലിംഗ് നടക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഗോൾഡ് റിലേറ്റഡ് സ്റ്റോക്കുകളിലൊക്കെ. ഞാൻ ഇതിനകത്തിപ്പം ഹോൾഡ് ചെയ്യുന്ന കമ്പനികളിൽ പലതിലും ഞാൻ സെല്ല് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നല്ല റിസൾട്ട് വന്ന കമ്പനികളിലൊക്കെ ഞാൻ ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു സിനാരിയോ അല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയൊരു കമന്റ് കേട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് മാക്രോ എക്കണോമിയിൽ നടക്കുന്ന കാര്യങ്ങൾ കൊണ്ടിട്ട് ഞാൻ സ്റ്റോക്കുകൾ സെല്ല് ചെയ്യാറില്ല. ഇപ്പൊ കല്യാൺ ജ്വല്ലേഴ്സ് ഞാൻ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അത് ഏകദേശം 800 രൂപയിൽ നിന്ന് ഏകദേശം 350 രൂപ വരെ സ്റ്റോക്ക് പോയ സമയത്ത് ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത് ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം 60% അതിന്റെ ഓൾ ടൈം ഹൈന്ന് താഴേക്ക് പോയത് കണ്ടിട്ടുള്ളതാണ്. സോ ആ ഒരു സമയത്ത് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എന്തിനാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനെ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ബിസിനസ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഹോൾഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്കുകൾ ഒരുപാട് നാളത്തേക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ലാതായിരിക്കും. അതും പ്രത്യേകിച്ച് ഫണ്ടമെന്റലി ഈ സ്റ്റോക്കിന്റെ ബിസിനസ്സിനെയോ അല്ലെങ്കിൽ അവരുടെ റവന്യൂ കാര്യങ്ങളൊക്കെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ചേഞ്ചുകൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പാനിക്കാവുന്നതിനകത്ത് ഒരു അർത്ഥമുണ്ട്. ഇപ്പൊ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു കാര്യം നടന്നു. ഇതിന്റെ ഫലമായിട്ട് ഇപ്പം ഓരോ കമ്പനികൾ വന്നിട്ട് പറയുകയാണ് അവരുടെ ബിസിനസ്സിൽ സ്റ്റോർ എക്സ്പാൻഷന്റെ റേറ്റ് അവർ കുറയ്ക്കാൻ പോവുകയാണ്. അതല്ലെന്നുണ്ടെങ്കിൽ അവർ അടുത്ത വർഷം റവന്യൂ ടാർഗറ്റ് അവർ താഴേക്ക് കുറയ്ക്കുക. ആ രീതിയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അല്ലെങ്കിൽ ഇവർ റിപ്പോർട്ട് ചെയ്യുന്ന നമ്പേഴ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരിക. സോ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരാതെ നമ്മൾ ഇങ്ങനത്തെ ഉള്ള ഓരോ ന്യൂസുകൾ കേട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹോൾഡ് ചെയ്യാനായിട്ടേ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ടൈമിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇതിലൊക്കെ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്ത റിസൾട്ട് അല്ലെങ്കിൽ ഈ കമ്പനികളിൽ നിന്നുള്ള ഒരു അപ്ഡേറ്റുകൾ ഇവരെന്തെങ്കിലും ഇതിന്റെ ഫലമായിട്ട് വേറെ എന്തെങ്കിലും ചേഞ്ചോ കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് ഈ കമ്പനികൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതല്ലാതെ ഈ ന്യൂസിനനുസരിച്ചിട്ടല്ല നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യേണ്ടത്. ഇതിപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു കമന്റ് വന്ന സമയത്ത് നമ്മുടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള റീറ്റെയിൽ ഇത് ബൈ ചെയ്യുന്ന ആൾക്കാർ എത്രത്തോളം ഇതിനനുസരിച്ചിട്ട് റിയാക്ട് ചെയ്യുമെന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ ആണെങ്കിൽ പോലും ഇപ്പം ചൈനീസ് മൊബൈലുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കണം, അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്ന സമയത്തും ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചൈനീസ് മൊബൈലുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഈ പറഞ്ഞ ആളുകൾ, ഇത് ബൈ ചെയ്യുന്ന ആളുകൾ ഇതിനെ ഉൾക്കൊള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പം എന്താ പറയുക, ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് സ്വർണ്ണം മേടിക്കാനിരിക്കുന്ന ആളുകളോ അതല്ലെന്നുണ്ടെങ്കിൽ ഡേ ടു ഡേ യൂസിന് വേണ്ടിയിട്ട് വെയർ ചെയ്യാനായിട്ട് മടിക്കുന്ന സ്വർണ്ണം മേടിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ആളുകളൊക്കെ ഇതിനനുസരിച്ചിട്ട് റിയാക്ട് ചെയ്യുമെന്നുള്ളൊരു കാര്യമുണ്ട്. സോ അത് അങ്ങനെ നടക്കാതിരിക്കുന്നിടത്തോളം കാലം ഇവരുടെ ബിസിനസ്സിനെ കാര്യങ്ങളൊന്നും മേജറായിട്ട് ഇത് അഫക്ട് ചെയ്യാനായിട്ട് പോകുന്നില്ല. സോ അത് നമുക്ക് എന്തായാലും അടുത്ത റിസൾട്ട് വരുന്ന സമയത്താണ് നമുക്ക് ഏകദേശം ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവരുടെ ബിസിനസ്സിനെ ഏതെങ്കിലും രീതിയിൽ അഫക്ട് ചെയ്തിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ അടുത്ത റിസൾട്ട് വരുമ്പോഴും ഇപ്പോൾ നോക്കിയാൽ Q1 ഏകദേശം പകുതി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം മെയ് പകുതിയാകുന്ന സമയത്ത് എന്ന് പറയാൻ Q1 ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ Q1 അത്രത്തോളം ഇമ്പാക്ട് വരുമോ എന്നുള്ള കാര്യം അറിയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ മാനേജ്മെന്റ് ആ സമയത്ത് ഒരു കമന്റ് നടത്തും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ ഈ Q4 കുറെ കമ്പനികളുടെ മാനേജ്മെന്റ് കമന്റ് കാര്യങ്ങളൊക്കെ വരാനുണ്ട്. സോ ആ മാനേജ്മെന്റ് ഒക്കെ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. സോ ആ രീതിയിൽ നമുക്ക് ബിസിനസ്സിൽ ഡയറക്റ്റ് ആയിട്ട് എന്തൊക്കെ ഇമ്പാക്ട് വരുമെന്ന് അറിയാതെ വെറുതെ ഇങ്ങനത്തെ ന്യൂസിനനുസരിച്ചിട്ട് ഞാൻ റിയാക്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇങ്ങനെ പ്രൈസ് താഴേക്ക് പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ ഞാൻ അങ്ങനെ നോക്കി ഇങ്ങനെ പ്രൈസ് താഴേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല. സ്റ്റോക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് എനിക്ക് ആഡ് ചെയ്യാനായിട്ട് ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് പരമാവധി മേക്ക് ചെയ്യാതിരിക്കുക. ഇപ്പം നമുക്ക് കുറേ ജ്വല്ലറി കമ്പനികളുടെയൊക്കെ റിസൾട്ട് മാനേജ്മെന്റ് കമ്മിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അവരുടെയൊക്കെ അപ്ഡേറ്റുകൾ ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി റിസൾട്ട് വന്ന മാനേജ്മെന്റ് കമ്മിറ്റി വന്നവരുടെ ഒന്നും അതിനകത്ത് നമുക്ക് ഇതിന്റെ ഇമ്പാക്ട് അറിയാൻ പറ്റില്ല. ബാക്കിയുള്ള ഇനിയിപ്പോൾ PN കാർഡിലെ മാനേജ്മെന്റ് കമ്മിറ്റിയൊക്കെ വരാനുണ്ട്. സോ അത് വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് എന്താണ് പറയാനുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് മാനേജ്മെന്റിനോട് ചോദിച്ചറിയാനായിട്ട് പറ്റും. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.